ജൂൺ 12 മുതൽ 13 വരെ ഇസ്രായേൽ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ആരംഭിച്ചു. ഇറാനിലുടനീളം വ്യോമാക്രമണവും രഹസ്യമായി മൊസാദ് ഡ്രോൺ ഉപയോഗിച്ച് അട്ടിമറിയും നടത്തി. പ്രധാന ലക്ഷ്യങ്ങളിൽ ആണവ റിയാക്ടറുകൾ, നടാൻസ്, ഫോർഡോ, എസ്ഫഹാൻ, IRGC യൂണിറ്റുകൾ, മിസൈൽ ബേസുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഉന്നത ഉദ്യോഗസ്ഥർ, മുതിർന്ന കമാൻഡർമാരും ശാസ്ത്രജ്ഞരും ഉൾപ്പെടെ ഡസൻ കണക്കിന് പേരെ കൊന്നു. നാശനഷ്ടം സൈനിക ആസ്തികൾക്കപ്പുറം വ്യാപിച്ചു. എണ്ണ, ഇന്ധന സൈറ്റുകൾ, പാർപ്പിട കെട്ടിടങ്ങൾ, സിവിലിയൻ പ്രദേശങ്ങൾ എന്നിവയും ബാധിച്ചു. ഇറാന്റെ വൻ തിരിച്ചടി ജൂൺ 13. ഇതിന് മറുപടിയായി ഇറാൻ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 ആരംഭിച്ചു. 150-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും 100-ലധികം ഡ്രോണുകളും ഇസ്രായേൽ പ്രദേശത്തേക്ക് തൊടുത്തുവിട്ടു. ഇസ്രായേൽ പ്രതിരോധം അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ്, ആരോ എന്നിവയുൾപ്പെടെ ചില മിസൈലുകൾ ഷീൽഡുകൾ ഉപയോഗിച്ച് തടഞ്ഞെങ്കിലും ചിലതൊക്കെ നിർവീര്യമാക്കാൻ കഴിഞ്ഞില്ല. അപകടങ്ങളും നാശനഷ്ടങ്ങളും. രാജ്യങ്ങളുടെ നാശനഷ്ടങ്ങളുടെ ഹൈലൈറ്റുകൾ. ഇറാൻ 104 മുതൽ 138 വരെ പേർ കൊല്ലപ്പെട്ടു. 320 മുതൽ 376 വരെ പേർക്ക് പരിക്കേറ്റു. സിവിലിയന്മാരും മുതിർന്ന വ്യക്തികളും ഉൾപ്പെടുന്നു. ആണവ സൈറ്റുകൾ നശിച്ചു. ടെഹ്റാനിൽ സ്ഫോടനം, എണ്ണ ഡിപ്പോകൾ കത്തുന്നു. ഇസ്രായേൽ 13 മുതൽ 15 വരെ പേർ കൊല്ലപ്പെട്ടു. 200 മുതൽ 350 വരെ പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ കുട്ടികൾ ഉൾപ്പെടുന്നു. ടെൽ അവീവ്, ഹൈഫ, ബാറ്റയാം തുടങ്ങിയ നഗരങ്ങൾ എയർസ്പേസും എയർപോർട്ടും അടച്ചു. സ്ട്രാറ്റജിക് ആൻഡ് റീജിയണൽ ഡൈനാമിക്സ്. ഇറാന്റെ മിസൈൽ ഇൻഫ്രാസ്ട്രക്ചറും ആണവശേഷിയും തകർത്ത ആക്രമണത്തിൽ. മൊസാദിന്റെ ഏകോപിത ഡ്രോണുകളുടെയും വ്യോമാക്രമണങ്ങളുടെയും സംയോജനമാണ് ഇസ്രായേൽ ഉപയോഗിച്ചത്. വലിയ മിസൈൽ വിക്ഷേപണങ്ങൾ നടത്തിയിട്ടും ഇറാന്റെ ആക്രമണം ദുർബലമായ സ്ട്രൈക്ക് പവറും ഇസ്രായേലിന്റെ ബഹുതല പ്രതിരോധവും കാരണം പരിമിതമായ വിജയമായിരുന്നു. നയതന്ത്ര വീഴ്ച. ഇറാനും യുഎസും തമ്മിലുള്ള ആണവ ചർച്ചകൾ റദ്ദാക്കി. ആഗോള നേതാക്കൾ അടിയന്തരമായി ആക്രമണം കുറയ്ക്കാൻ ആവശ്യപ്പെടുന്നു. യുദ്ധം പ്രാദേശിക. പ്രോക്സികളെ പിൻവലിച്ചു. യമനിലെ ഹൂതികൾ ഇറാനുമായി ഏകോപിപ്പിച്ച് മിസൈലുകൾ വിക്ഷേപിച്ചു. ആഗോള പ്രതികരണങ്ങൾ. ഇറാന് മുന്നറിയിപ്പ് നൽകുന്നതിനിടയിൽ ഇസ്രായേലിനെ ശക്തമായി പിന്തുണച്ച് US നാവിക, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിച്ചു. UK, അയർലൻഡ് എന്നിവയും മറ്റും യാത്രാ ഉപദേശങ്ങൾ പുറപ്പെടുവിച്ചു. സിവിലിയൻ ആഘാതവും മുന്നറിയിപ്പുകളും. ഇരു രാജ്യങ്ങളും സിവിൽ ഡിഫൻസ് പ്രോട്ടോക്കോളുകൾ സജീവമാക്കി. ഇറാൻ മസ്ജിദുകളും സബ്വേകളും പോലെ ആകസ്മികമായ അഭയകേന്ദ്രങ്ങളാക്കി. ഇന്റർനെറ്റ് തടസ്സങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ വ്യോമാക്രമണ സൈറണുകൾ, ഒഴിപ്പിക്കൽ ഉത്തരവുകൾ, തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾക്ക് സമീപമുള്ള ഷെൽട്ടർ മുന്നറിയിപ്പുകൾ നൽകി. 1. കൂടുതൽ സൈനിക വർധനവ്. കൂടുതൽ ലക്ഷ്യങ്ങൾ അണിനിരത്തിയിട്ടുണ്ടെന്നും ആക്രമണം ശക്തമാക്കിയേക്കാമെന്നും ഇസ്രായേൽ സൂചിപ്പിച്ചു. 2. റീജിയണൽ സ്പിലോവർ റിസ്ക്. ഹിസ്ബുള്ള, ഇറാഖി മിലിഷ്യകൾ, ഹൂതികൾ തുടങ്ങിയ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് ലെബനൻ, സിറിയ, ഇറാഖ്, യമൻ എന്നിവിടങ്ങളിൽ സംഘർഷം വരാം. 3. ആഗോള നയതന്ത്ര മുന്നേറ്റം. പുരോഗതി സ്തംഭിച്ചെങ്കിലും വെടിനിർത്തലിനും ആണവ ചർച്ചകളിൽ വീണ്ടും ഇടപെടുന്നതിനുമുള്ള ആഹ്വാനങ്ങൾ തുടരുന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷമുള്ള ആദ്യത്തെ നേരിട്ടുള്ള ആക്രമണമായി ഇത് അടയാളപ്പെടുത്തുന്നു. ഇറാൻ ഇസ്രായേൽ പ്രോക്സി സംഘട്ടനത്തിലെ ഒരു വലിയ വർധനവ്. തന്ത്രപരവും സൈനികവും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിട്ട് ഇരു രാജ്യങ്ങളും പരസ്പരം ആഴത്തിൽ ആക്രമണം നടത്തി. മരണസംഖ്യ ഉയരുകയാണ്. പ്രദേശം പിരിമുറുക്കത്തിലാണ്. വിശാലമായ പ്രാദേശിക യുദ്ധമായി മാറിയേക്കാവുന്നത് നിയന്ത്രിക്കാൻ നയതന്ത്ര ശ്രമങ്ങൾ പാടുപെടുകയാണ്.